ഏതാ കുഞ്ഞ് ഡോളർ മാല? ഇതെന്റെ ഒരു കൂട്ടുകാരി സമ്മാനിച്ചതാ. കൂട്ടുകാരി എനിക്കറിയാം. ഇതല്ലേ ആ കൂട്ടുകാരി? കുഞ്ഞെ, ഒന്നും മറച്ചു വെക്കണ്ട, എന്നോടെല്ലാം തുറന്നു പറയാം. പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന്റെ ചേട്ടൻ ഗായത്രി കുഞ്ഞിന്റെ പുറകെ പ്രേമിച്ച് നടന്നാ കിട്ടിയത്. കുഞ്ഞ് ഇഷ്ടപ്പെടുന്ന കൊച്ചൻ ഏത് ജാതിയായാലും ചേട്ടനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. ഈ പയ്യനെ കൊണ്ട് തന്നെ നന്ദിനി കുഞ്ഞിനെ കെട്ടിച്ചു തരാം. ഇല്ല, എനിക്കതിന് ഭാഗ്യമല്ല കേശു. എന്റെ അരവിന്ദൻ ഈ ലോകത്തിലില്ല. ആരാ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല. ഞാൻ സുലു എന്ന സുലോചനൻ, വെള്ളിത്തിരയുടെ റിപ്പോർട്ടറാണ്. ഇരിക്കൂ. താങ്ക് യു. നിങ്ങളാണല്ലേ ഇന്നലെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയത്? അതെ മാഡം. ഇല്ലാത്തതൊക്കെ എഴുതി പിടിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? അയ്യോ, ഞാൻ അത്തരത്തിൽപ്പെട്ട റിപ്പോർട്ടർ അല്ല മാഡം. ഞങ്ങൾ ഇഷ്ടതാരങ്ങൾ സംസാരിക്കുന്നു എന്ന ഒരു പങ്ക്തി ആരംഭിക്കുക. ആദ്യത്തെ ലക്കം മാഡത്തിൻ്റെതായിരിക്കണമെന്നാണ്. ഞാൻ എന്താ പറയേണ്ടത്? പേര്? മിസ് ഡാലിയ. അതല്ല, യഥാർത്ഥ പേരാ ഞാൻ ചോദിച്ചത്. ചെല്ലു. എങ്ങോട്ട് ചെല്ല? എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ ചെല്ലൂന്ന് പറഞ്ഞത് എന്റെ പേരാ. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ചെല്ലമ്മേന്നാ. വാത്സല്യം കൊണ്ട് ചെല്ലൂന്ന് വിളിക്കും. അപ്പോ വയസ്സ്? ഡിസംബർ 20. വർഷം? അത് പറയില്ല, എന്റെ ഇമേജിനെ ബാധിക്കും. ഓക്കെ. സിനിമയിൽ വന്നില്ലെങ്കിൽ ആരാകാനായിരുന്നു ആഗ്രഹം? എനിക്ക് IAS പോണമെന്നായിരുന്നു. അച്ഛനും ഡോക്ടർ, അമ്മയ്ക്ക് സിനിമയിലാ ഇഷ്ടം. വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? ഇപ്പോഴില്ല. പിന്നെ എപ്പോഴാ? പ്രൊഡ്യൂസർ പ്രസാദ് നിങ്ങളെ വിവാഹം കഴിക്കും എന്ന ഒരു വാർത്ത ഉണ്ടല്ലോ. അത് നിങ്ങളെപ്പോലുള്ളവർ എഴുതി ഉണ്ടാക്കുന്നതാ. ഷൂട്ടിംഗ് സ്ഥലത്ത് ആളൊതുക്കാൻ പോലീസ് വന്നപ്പോ എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നെന്ന് എഴുതിയതല്ലേ. ഹലോ. ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ സുലു, നാളെ വരൂ. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. മാഡം, ഈ മാറ്റർ ഇന്ന് കൊടുക്കാനുള്ളതാണ്. എന്റെ ഇന്റർവ്യൂ വേണമെങ്കിൽ എന്റെ സൗകര്യം അനുസരിച്ച് വരണം. അത് മതി. ഗസ്റ്റ് പറഞ്ഞത് എന്തിനാണെന്ന് ആർക്കറിഞ്ഞൂടാത്തത്. ഞാൻ വരട്ടെ മാഡം. ഓക്കെ, ഫോൺ ചെയ്തിട്ട് വരണം. ശരി മാഡം. ഹലോ. ഇങ്ങോട്ട് പോന്നോളൂ. സിറ്റുവേഷൻ എവിടെ വായിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് നോക്കുന്നത്. ഞാൻ പറഞ്ഞോട് കേൾക്കുന്നുണ്ട്. അർദ്ധരാത്രി കൊളുത്തി നല്ല കൂരിരുട്ട്. അതായത് നായകൻ കാറിൽ വരുമ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിങ്ങളുടെ കാറിന് മുന്നിൽ വന്ന് കൈ കാണിക്കും. മാറ്റോട് പണ്ടാരോ, ഇത് ഒട്ടിച്ചപ്പിനെ സംസാരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയെ റെഡിയാക്കണം സാർ. ഞാൻ പ്രൊഡ്യൂസറാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ പഠിക്കാനുള്ള ഡയലോഗ്സ് ഉണ്ട് വേറെ. മനസ്സിലായോ? താൻ എന്നെ നടികൾ മുമ്പിൽ ചൊടുതരം ആക്കല്ലേ. ഓ, സിനിമയെ കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഇല്ലാത്ത ഒരു പ്രൊഡ്യൂസർ. നമസ്കാരം. ഡാലിയ കണ്ടില്ലല്ലോ. ഡാലിയ റൂമിലുണ്ട്. ഇന്ന് എനിക്ക് മാത്രമേ വർക്കുള്ളൂ. പ്രൊഡ്യൂസർ തന്നെ വില്ലൻ വേഷം ധരിച്ചോ? അത് ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും വില്ലൻ വേഷം ചെയ്യാൻ വയ്യ. എല്ലാവർക്കും ഹീറോ ആകണം. പെണ്ണുങ്ങൾ ഇടികൊള്ളില്ല, ഹീറോട് ഇടികൊള്ളില്ല. അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. കംപ്ലീറ്റ് ഈഗോ. എന്തൊക്കെയാ ഡിമാൻഡ്? എല്ലാവരും ഹീറോയി പടം എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ വില്ലനായല്ലേ പറ്റൂ. ആരെയും കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ വില്ലനായി. അത് കൊള്ളാം. കാസും മിച്ചം, പിന്നെ കാൽഷീറ്റും സുലഭം. അത് മാത്രമല്ല, എനിക്കൊന്ന് ഹീറോയിനായിട്ട്. സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ. നമസ്കാരം സാർ. ഹലോ, പ്രൊഡ്യൂസർ പ്രസാദ് ഹിയർ. ഐ ആം ഡങ്കൻ. ഇപ്പൊ എവിടുന്ന? ഐ ആം ഹിയർ ഓൺലി. എന്താ കാര്യം? എനിക്ക് കുറച്ചുകൂടി പണം വേണം. കൊടുത്തുവിടാം. ഓക്കേ. ഇനി ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് പണമല്ല. തങ്കപ്പൻ നിങ്ങൾ വിളിക്കാം. തങ്കപ്പൻ അവിടെ പോയി വിളിക്കണം. ശരി സാർ. താൻ ഇന്നലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോ? തന്നെ സാർ. നമ്മുടെ ജീപ്പിന്റെ മറ്റേ വീല് കാണാതായിട്ട് 3-4 ദിവസമായി. നോക്കിയപ്പോൾ ഇന്നലെ ഡിങ് ഡിങ് റോഡിൽ കൂടെ മറ്റേ വീല് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. പിടിച്ച് ചങ്കാമൂടി 4 അടിയും കൊടുത്ത് പിടിച്ചകത്തിട്ടുണ്ട്. താൻ ആരെ അറസ്റ്റ് ചെയ്യുന്നറിയോ? നമ്മുടെ IG-യുടെ ഡ്രൈവർ. ഇനി മേലാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്താലുണ്ടല്ലോ, താൻ പിന്നെ ഇവിടെ ഇരിക്കില്ല, കാസർഗോഡ് ഇരിക്കും. അയാളെ തുറന്നുവിട്. ആ ഫോൺ ആരുടെ? ഹലോ
ഹലോ, ഡിഎസ്പി ബാലേന്ദ്രൻ ഉണ്ടോ? അതെ ബാലേന്ദ്രൻ. നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ കോൺസ്റ്റബിൾ. ഞാൻ ബാലേന്ദ്രന്റെ ഫ്രണ്ടാ. വല വീശി കാത്തിരിക്കുന്ന ഒരു വാണ്ടഡ് പുള്ളിയില്ലേ, രംഗൻ. അയാൾ എവിടെയുണ്ട്? അയാളിപ്പോ എവിടെയുണ്ട്? പട്ടണത്തിലുണ്ട്. ഇനി ഇവിടെ പലതും നടന്നു വരും. പട്ടണത്തിൽ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? ഹോട്ടൽ ആനന്ദായിൻ. രംഗൻ എന്ന് പേരുള്ള ഒരുത്തനല്ലേ ഇവിടെ താമസിച്ചിരുന്നത്? അതെ സർ. അയാൾ എവിടെ? അല്പം മുമ്പ് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു സർ. ഏത് സ്ത്രീയുടെ? കൃത്യമായി അറിയില്ല സർ. ഏതോ ഒരു ഡാലിയ. രംഗൻ എപ്പോഴാ മുറി വിട്ട് പോയത്? കോള് വന്നതിന് ശേഷം അയാളെ പറ്റി യാതൊരു വിവരവുമില്ല സർ. റൂമിന്റെ ചാവി പോലും തരാതെ പോയത്. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു പോലീസിന്റെ വലയിലാകുന്നത്. നീ നന്ദിയുള്ളവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ പ്രസാദ് തന്ന പണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തന്നത്. നീ എന്നും എന്റേതായിരിക്കണം ഡാർലിംഗ്. ഒരിക്കൽ ഞാൻ രക്ഷപ്പെടുത്തി. ഇനി എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഉത്തരവാദിയല്ല. സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്റെ ഡാലി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കു സംഭവിക്കില്ല. പറയൂ, ഡാലി എന്നോടൊപ്പം ഉണ്ടാവില്ലേ? അയ്യോ, ഇതെങ്ങാനും പ്രസാദ് അറിഞ്ഞാ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. അത്രയ്ക്ക് ഭയങ്കരനാണ് അയാൾ. ഇനിയും ഞാനിവിടെ വരുന്നത് നല്ലതിനല്ല. അപ്പോ ഡാലി ഒരു കാര്യം ചെയ്യോ? ഡാലിക്ക് പകരം മറ്റാരെങ്കിലും? അത് നോക്കാം. എന്നാ ഞാൻ വരട്ടെ. ഓക്കേ, ബൈ. ബൈ. See you. See you. നീയോ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? എനിക്ക് കുറച്ചുനാൾ കൂടി ഈ നഗരത്തിൽ കഴിഞ്ഞുകൂടണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടണം. ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാൻ? നീ വാണ്ടഡ് പുള്ളിയല്ലേ? ആയിരിക്കാം. എത്രയോ കേസുകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഇപ്പോഴും എന്നെ പിടിച്ചു നിർത്താൻ പറ്റും. എത്രയോ ലക്ഷങ്ങൾ ഈ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒടുവിലായി അരവിന്ദനെ കൊന്നപ്പോൾ മതി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ. വിജയരംഗൻ, തൊഴിക്കേണ്ടവന്റെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. മനസ്സിലായില്ല സർ. ലോയർ വിശ്വനാഥനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പച്ചച്ചിരിയുമായി പരിശുദ്ധാത്മാവിനെ പോലെ നമ്മയെല്ലാം വട്ടമിടുകയാണ് അയാൾ. എന്തിനാണെന്ന് മനസ്സിലായോ? എങ്ങനെ മനസ്സിലാക്കാനാണ് സർ? അയാൾ അതിസമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് അല്ലേ? അയാളുടെ സാമർഥ്യം പലപ്പോഴും സത്യത്തെ പരാജയപ്പെടുത്താറുണ്ട് കോടതിയിൽ. പക്ഷെ ഗൗണിട്ടവരെല്ലാം കുറുനരികളല്ലാത്തത് കൊണ്ട് അവസാനം ജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. ലോയർ വിശ്വനാഥ് സ്നേഹം നിറഞ്ഞവനാണെന്നല്ലേ സാർ പറയാറുള്ളത്? യെസ്, ഞാൻ അങ്ങനെ ധരിച്ചു പോയി. അയാൾ സ്നേഹിക്കുകയല്ല, സ്നേഹം അഭിനയിക്കുകയാണ്. എന്തിനാണെന്നറിയോ? രംഗന്റെ പിന്നാലെയുള്ള പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ. ഒരു അഡ്വക്കേറ്റ് എപ്പോഴും അയാളുടെ ക്ലയന്റിനെ രക്ഷിക്കാനേ ശ്രമിക്കൂ സർ. രക്ഷിക്കട്ടോ? ഗോഡ്സെക്കും കിട്ടിയില്ല ഒരു വക്കീലിനെ. പക്ഷെ നമ്മൾ നിയമം പഠിച്ചതും അത് പാലിക്കുന്നതും നീതിക്ക് വേണ്ടിയായിരിക്കണം. കൊല ചെയ്യുന്നവനേക്കാൾ കൊലയാളിയെ പ്രോത്സാഹിപ്പിക്കുന്നവനെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. രംഗൻ അയാൾ അഡ്വക്കേറ്റ് അല്ല, ആയുധം പണിയുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ അയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും സാർ അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാം. സെഷൻസ് ജഡ്ജ് കൃഷ്ണസ്വാമി. യെസ് സർ. ഹലോ, ജഡ്ജ് സാറാണ്? അതെ. 1 സെക്കൻഡ്. ഗുഡ് മോർണിംഗ് സർ. ബാലേന്ദ്രന് പറയൂ. പുതിയൊരു ഓഫർ ഇല്ലേ രംഗന് വേണ്ടി? ഞാൻ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ അല്ലേ സർ? എത്രയാണ്? 10 lakhs.
വെരി ഗുഡ്. കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ. താങ്ക് യു സർ. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, വരൂ, ഇരിക്കൂ. ഞാൻ ഇരിക്കാനല്ല വന്നത്. പിന്നെ രംഗൻ എവിടെ? ഏത് രംഗൻ? ബുള്ളറ്റ് രംഗൻ. ഞാൻ അങ്ങനെ ഒരാളെ അറിയില്ല. അവന്റെ പേര് പോലും കേട്ടിട്ടില്ല. ലോയർക്ക് അറിയില്ല? ഏയ്, എനിക്കറിയില്ല. നോ, ലോയർക്ക് അറിയാം. ഒരു നിയമജ്ഞൻ ശ്രമിക്കേണ്ടത് സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, അല്ലാതെ വെറും പണത്തിന് വേണ്ടി ഒരു കൊലയാളിക്ക് കൂട്ടുനിൽക്കാനല്ല. അങ്ങനെയെങ്കിൽ പിന്നെ കോർട്ട് എന്തിന്? കളങ്കമറ്റ കോർട്ടിന്റെ മഹത്വം മനസ്സിലാക്കാത്ത നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണോ മിസ്റ്റർ? ലാ പോയിന്റുകളൊന്നും എന്നെ പഠിപ്പിക്കുന്ന മിസ്റ്റർ ബാലചന്ദ്രൻ. ക്രിമിനൽ കേസുകളിൽ പേരെടുത്ത ഒരു നിയമജ്ഞനാണ് ഞാൻ. പ്രതിയെ വാദിയാക്കും, വാദിയെ പ്രതിയാക്കും. യെസ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. രംഗൻ എവിടെയെന്ന്. രംഗൻ എവിടെ വെച്ച് കണ്ടാലും ഫയർ ചെയ്യാനുള്ള IG-യുടെ ഓർഡർ. നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിച്ചോളൂ. വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഞാൻ നിയമം പഠിച്ചവനാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. അക്കാര്യം ഞാൻ ഏറ്റു. ഹലോ, ആരാ? ഞാൻ രംഗനാണ്, ബുള്ളറ്റ് രംഗൻ. DSP ഉണ്ടോ? ഇല്ല, നീ ഏതാ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. നിന്റെ സാറിനോട് പറ, രംഗനെ തൂക്കുമരത്ത് കയറ്റാനും വെടിവെച്ച് കൊല്ലാനും ഒന്നും നോക്കരുതെന്ന്. നോക്കിയാ അവനെയും അവന്റെ കുടുംബത്തെയും വക വരുത്തിയിട്ടേ ഈ രംഗൻ ഇവിടം വിട്ടു പോകുന്നു. നാളെ എന്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ നിന്റെ ചേട്ടനെ കാണാം. എന്തിന്? നമ്മുടെ കാര്യം തീരുമാനിക്കാൻ. അത്രയ്ക്ക് തിടുക്കായോ? അതെ, എന്റെ ഒരേ ഒരു പെങ്ങളാണ് തുളസി. അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാകും. അച്ഛനമ്മമാരില്ല, അടുത്ത റിലേഷൻസ് ആയിട്ടും ആരുമില്ല. പിന്നെ ജീവിതത്തിനൊരു കൂട്ട്, അത് നന്ദിനി മാത്രം. എന്നെ കുറിച്ച് ചേട്ടനോടോ ചേട്ടത്തേമ്മയോടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓ, പിന്നെ പറയേണ്ടവർ നേരിട്ടങ്ങ് പറഞ്ഞാ മതി. അപ്പ കാണാൻ പൂരം. കണ്ണാടി മാളികയുടെ കാര്യത്തിൽ ആരവിന്ദ് വഴങ്ങുന്ന ലക്ഷണമില്ല. ആർക്കാണെന്ന് പറഞ്ഞു? എല്ലാം പറഞ്ഞു. അവൻ ആ മാളിക വിട്ടുതരില്ലെന്ന് മാത്രമല്ല, അവന്റെ തന്തയെ ചതിച്ചു എന്നവരോട് പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ. നമുക്ക് അഡ്വക്കേറ്റ് വിശ്വനാഥനെ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാം. വാ. ഓക്കെ. സ്പോർട്സ് കൗൺസിലിന്റെ മീറ്റിംഗ് നന്ദിനി അറിഞ്ഞില്ലേ? അറിഞ്ഞല്ലോ. ഞാൻ ലൈബ്രറിയിലേക്കാ. ഓക്കെ, സീ യു. ഹായ് അരവിന്ദ്. ഹായ്. ഇതാരാ? ഇത് എന്റെ പെങ്ങൾ തുളസി. ഓ, ഹൗ നൈസ്. ഇവൾ വന്ന നന്ദിനി വിവാഹത്തിന് ക്ഷണിക്കാനാ. ആഹാ, ഇതാ ചേച്ചി എന്റെ വെഡിങ് ലെറ്റർ. കൺഗ്രാറ്റുലേഷൻസ് ഓഫ് അഡ്വാൻസ്. താങ്ക്സ്. സോ എനിക്ക് ധൃതിയുണ്ട്. വീടിന്റെ രജിസ്ട്രേഷൻ കാര്യത്തിനായി അത്യാവശ്യം എനിക്കിന്ന് പോകാനുണ്ട്. നന്ദിനിയുടെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ട് തുളസി വന്നാൽ മതി. എന്നാ കാണട്ടെ. ശരി. ഓക്കെ, ബൈ. ആ പിന്നെ ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വരാൻ വൈകിയാലും നീ നേരത്തെ വീട്ടിലെത്തണം. ശരി ഏട്ടാ. വരൂ തുളസി, അകത്തേക്ക് പോ. എങ്ങോട്ടാ? രജിസ്റ്റർ ഓഫീസിലേക്കുള്ള പുറപ്പാടായിരിക്കും അല്ലേ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം? അറിഞ്ഞിട്ട് കാര്യമുണ്ട്. നീ കണ്ണാടി മാളിക രവീന്ദ്രവർമ്മയ്ക്ക് കൊടുക്കില്ല അല്ലേ? ഞാൻ വെറുതെ ആർക്ക് കൊടുത്താൽ അയാൾക്ക് അത് കൊടുക്കില്ല. വേണ്ട. എന്റെ പെങ്ങളുടെ വിവാഹത്തിന് അത് ഞാൻ മറ്റൊരാൾ കൈമാറുകയാണ്. ഇന്ന് അതിന്റെ രജിസ്ട്രേഷൻ ആണ്. പെങ്ങളുടെ കാര്യല്ലേ, രജിസ്ട്രേഷൻ നടക്കട്ടെ. ഇതൊന്ന് ഒപ്പിട്ടെ. ഒപ്പിട്ട്. ഞാൻ ഒപ്പിടില്ല. രംഗ, ഇനി ഒപ്പിട. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഒപ്പിടാ. ഒപ്പിടാൻ ഇടറാ. താങ്ക് യു. ഗുഡ് ബൈ.
ആരാ? ആരുമില്ല ചേട്ടാ, റോങ് നമ്പരാ. കേശു, എന്താ കുഞ്ഞേ? കേശു, ഞാനൊരു കത്ത് തരാം. എവിടെ നിന്നെങ്കിലും സുലോചനെ കണ്ടുപിടിച്ച് ആ കത്ത് കൊടുക്കണം. കള്ളൻ, ഞാനും അവനെ അന്വേഷിച്ച് നടക്കുക. ഫോട്ടോ എടുത്തിട്ട് ഇതുവരെ തന്നില്ല. കൈ കിട്ടിക്കോട്ടെ. ഞാൻ പോയോ?